ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഡോണറ്റാണ്. അപ്പോൾ ക്രിസ്പിയായി നല്ല പെർഫെക്റ്റായി ചിക്കൻ ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തി വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 400 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് പകുതി വേവാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചോപ്പറിലേക്ക് ഒരു പിടി പോലെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഓണിയൻ കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ച ചിക്കന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വലുതായതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഇടുന്നില്ല, ഇതിൻ്റെ 1/4 ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്ലൈസ് ബ്രെഡ് കൂടി ഇട്ട് കൊടുക്കണം. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾക്ക് ഇത് അടിച്ചു കൊടുത്ത് നല്ലോണം ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ആകുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം, ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് വീണ്ടും ഓപ്പണാക്കി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഒന്നുകൂടെ നമ്മൾക്ക് ഇത് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി നമ്മൾക്കിത് ഡോണറ്റ് ഷേപ്പിലാക്കി എടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടറുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ കൈവച്ച് തന്നെ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇതുപോലെ മുഴുവൻ നമ്മൾക്ക് ചെയ്തെടുക്കാം. ഇനി ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കോൺഫ്ലാക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടിയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കോൺഫ്ലാക്സ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡും കോൺഫ്ലാക്സും മിക്സ് ആക്കിയിട്ടും കോട്ടിങ് കൊടുക്കാം. അപ്പോൾ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പോലെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ റെഡിയാക്കി വെച്ച ഡോണറ്റ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ വെക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. എന്നിട്ട് ഈ ഡോണറ്റ് എടുത്ത് നമ്മൾ ഈ മൈദയും കോൺഫ്ലവറും ഒന്ന് ആദ്യം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മുട്ടയിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കോൺഫ്ലാക്സിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കോൺഫ്ലാക്സിൽ നല്ലോണം ആവുന്നത് പോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. മുഴുവൻ സ്ഥലത്താവുന്നത് പോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായി. ചൂടായ എണ്ണയിൽ ഓരോ ഡോണറ്റും ഇട്ട് കൊടുക്കാം. ഒരു ഭാഗമായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഉള്ളിൽ നല്ല ജ്യൂസിയും പുറമെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ബാച്ച് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതും രണ്ട് സൈഡും മൊരിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാൻ പകുതിയിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. Thank you for watching. Thank you.